പ്രിയമുള്ളവരെ, ഞാൻ NR അജയകുമാർ, തലശ്ശേരി. കേരളത്തിലെ പുരാചരിത്രങ്ങൾ പറയുമ്പോൾ എന്ന പരമ്പരയിൽ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് തലശ്ശേരിയിലെ പ്രശസ്തമായ ദം ബിരിയാണിയുടെ കഥയാണ്. ഇത് ഗുജറാത്തിലെ മെമൻ സേറ്റുമാറുമായി തങ്ങളുടെ ഒരു ചരിത്രം കൂടിയാണ്. തലശ്ശേരി തുറമുഖത്ത് കയറ്റുമതിക്കായി വന്നെത്തിയ ഒരാളുണ്ട് ഈ ഗുജറാത്തിലെ കച്ച് സ്വദേശികളായ മെമൻ സേറ്റുമാർ. ഇവരുടേതായി ഒട്ടനവധി കെട്ടിട നിർമ്മിതികൾ ഈ നമ്മുടെ ടൗണിൽ കാണാൻ പറ്റും. മെയിൻ ഉണക്കമത്സ്യം സംസ്കരിച്ച് കയറ്റുമതിയായിരുന്നു മുഖ്യം. ഇവരിൽ പ്രമുഖൻ സത്താർ സെട്ടുവായിരുന്നു. വൻ ധനാഢ്യനായ ഇദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് തലശ്ശേരിയിൽ താമസിച്ചത്. ഇദ്ദേഹം ഒരു പൗരപ്രമുഖൻ കൂടിയായിരുന്നു. സത്താർ കുടുംബത്തിലെ മുഖ്യ പാചകക്കാരനായിരുന്നു മൂലമ്പത്ത് അബുഹാജ്. ഇദ്ദേഹത്തെ ദം ബിരിയാണി പാചകം ചെയ്യുന്നത് പഠിപ്പിക്കാൻ അദ്ദേഹം കച്ചിലേക്ക് അയച്ചു. ബിരിയാണി ഷെഫായി അദ്ദേഹം ഇവിടെ തിരിച്ചെത്തി. അബുഹാജി തൻ്റെ കുടുംബക്കാരെ ഈ പാചകവിധി കൂടെ കൂട്ടി പഠിപ്പിച്ചു. തുടർന്ന് ഇവർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ബിരിയാണി വിഭവം ഉണ്ടാക്കുന്നതിനായി പോയി എന്നുള്ളതാണ് ചരിത്രം. മലബാറിലെ മിക്ക സ്ഥലങ്ങളിലും മുസ്ലിം ആഘോഷങ്ങളിൽ തലശ്ശേരി ദം ബിരിയാണി ഒരു പ്രധാന വിഭവമായി മാറി. ദം ബിരിയാണി ഇല്ലാത്ത ഒരു മുസ്ലിം പ്രമുഖരുടെ കല്യാണങ്ങൾ തലശ്ശേരിയിലും അതുപോലെ തന്നെ കോഴിക്കോടും ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തോടെ ഇവിടെ നിന്നും മെമൻ സെറ്റുമാർ തിരികെ പോയി. എന്നാൽ അബുഹാജിയുടെ കുടുംബം ഇവിടെ ഈ ബിരിയാണിയുടെ രുചിപ്പെരുമ എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ തലശ്ശേരിക്കാർക്ക് തലശ്ശേരി ദം ബിരിയാണി എല്ലാ ദിവസവും കഴിക്കാൻ ഉള്ള വഴിയൊരുക്കിയത് തലശ്ശേരിയിലെ പാരീസ് റെസ്റ്റോറൻറ്റ് ഉടമ MK മുഹമ്മദ് ഹാജിയായിരുന്നു. അദ്ദേഹം 1942 മെയിൻ റോഡിൽ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു. അവിടെ ഇദ്ദേഹം ദം ബിരിയാണി എല്ലാവർക്കും നൽകുന്ന ഒരു പാചക വിഭവമാക്കി മാറ്റുകയും ഈ ദം ബിരിയാണി തലശ്ശേരിക്കാരുടെ ഒരു മുഖ്യ വിഭവമായി മാറുകയും ചെയ്തു എന്നതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളീ കാണുന്നത് ഇത് മെമൻ സെറ്റുമാരുടെ ഒരു കെട്ടിട സമുച്ചയമാണ്. ആ കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക.